Hi dear friends, welcome back to our channel Day2 Honey Rose Beauty World. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രൊഫഷണൽ മേക്കപ്പ് ക്ലാസ്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ക്ലാസ് കണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. കണ്ടതിന് ശേഷം വേണം നമ്മുടെ സെക്കൻഡ് ക്ലാസ് കാണേണ്ടത്. പിന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളർ കറക്റ്റർ ആൻഡ് കൺസീലിംഗ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ കളർ കറക്റ്റർ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കൺസീലിംഗ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ തിയറി എന്ന് പറയുന്നത്. ചിലർക്ക് നന്നായിട്ട് ഡാർക്ക് സ്പോട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാകാം, അതുപോലെ തന്നെ പിമ്പിൾസ് മാർക്ക് ഉണ്ടാകാം. ഇതിനെയൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളർ കറക്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഒക്ടോബർ 5-ാം തീയതിയാണ് നമ്മുടെ ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അത് മാത്രമല്ല, അത് ഓഫ്ലൈൻ ക്ലാസ് ആണ്. പിന്നെ ഓൺലൈൻ ക്ലാസ് വേണമെന്ന് പറഞ്ഞ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയാനായിട്ടായിരുന്നാലും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഡീറ്റെയിൽസ് അതിൽ അപ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കളർ കറക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ പ്രിപ്പറേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് പ്രൈമർ, ഇതിന് നാലും കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കളർ കറക്റ്റിംഗ് ആൻഡ് കൺസീലിംഗ് ആണ്. അപ്പോൾ കളർ കറക്റ്റിംഗ് എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ കളർ കറക്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പിമ്പിൾസിന്റെ മാർക്കിനെ, അതുപോലെ തന്നെ ഡാർക്ക് സർക്കിളിന്റെ മാർക്ക്, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ കറക്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു 3 കളർ പ്രൈമറി കളറായിട്ടുണ്ട്. റെഡ്, യെല്ലോ, അപ്പോൾ നമുക്ക് 3 കളറാണ് പ്രൈമറി കളറായിട്ട് നമ്മൾ ഈ കളറിനെ പറയുന്നത് പ്രൈമറി കളർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറി കളറുകൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറുണ്ട്, അതിനെ നമ്മൾ സെക്കൻഡറി കളർ എന്ന് പറയും. അപ്പോൾ പ്രൈമറി കളർ നമ്മളിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഏതൊക്കെ കളറാണ് നമുക്ക് നോക്കാം. അപ്പോൾ റെഡും യെല്ലോയും കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓറഞ്ച്. റെഡും ബ്ലൂവും കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പർപ്പിൾ. അതുപോലെ തന്നെ യെല്ലോയും ബ്ലൂവും കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രീൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡറി കളർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ പ്രൈമറി കളർ എന്ന് പറയുന്നത് റെഡ്, യെല്ലോ, ബ്ലൂ, ഇതാണ് നമ്മുടെ പ്രൈമറി കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറി കളറുകൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡറി കളർ. അപ്പോൾ സെക്കൻഡറി കളർ എന്ന് പറയുമ്പോൾ റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഓറഞ്ച്, അതുപോലെ തന്നെ റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്യുമ്പോൾ പർപ്പിൾ, യെല്ലോ ആൻഡ് ബ്ലൂ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഗ്രീൻ. ഇതാണ് നമ്മുടെ സെക്കൻഡറി കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ചാണ് നമ്മൾ നമ്മുടെ സ്കിന്നിലെ അണ്ടർടോൺ നോക്കി നമ്മൾ കളർ കറക്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിൽ തന്നെ നമ്മുടെ വെയിൻസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ അണ്ടർടോൺ ഏതാണ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ കൈയുടെ വെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വെയിൻസ് എന്ന് പറയുന്നത് ഗ്രീൻ കളർ വെയിൻസ് ആണ്. ചിലർക്ക് അതേ സ്ഥാനത്ത് ബ്ലൂ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനടിയിലെ വെയിൻസ് എന്ന് പറയുന്നതും ചിലർക്ക് ബ്ലൂ മാർക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലർക്ക് ഗ്രീൻ കളർ ആയിരിക്കാം വെയിൻസിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലൂ മാർക്സ്, അണ്ടർടോൺ, അണ്ടർ ഐ സർക്കിൾസ് ഒക്കെ വരുന്നവർക്ക് നമ്മൾ കൂടുതൽ ഓറഞ്ച് കളറാണ് നമ്മൾ കറക്റ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡാർക്ക് സ്കിന്നൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓറഞ്ച്, അതുപോലെ തന്നെ യെല്ലോ ആൻഡ് ഗ്രീൻ. ഈ 3 കളറിൽ ഏതെങ്കിലും ഒരു കളർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഡാർക്ക് സർക്കിളിനെയൊക്കെ ഡാർക്ക് സ്കിന്നിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കളർ കറക്റ്റ് എന്ന് പറയുന്നത് ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ.
ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്കിന്നിനനുസരിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓറഞ്ചാണ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും ഗ്രീൻ കളർ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഗ്രീൻ കളർ നമ്മളിപ്പോൾ പിമ്പിൾസ് ഒക്കെ ഇപ്പോൾ ഇങ്ങനെ പൊന്തി നിന്ന് റെഡ് കളറിൽ നിൽക്കുന്ന പിമ്പിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഗ്രീൻ കളർ കറക്റ്ററായിരിക്കും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നതിന് ശേഷം നമ്മൾ ബാലൻസ് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കൺസീലൊക്കെ അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കളർ കറക്റ്ററായിട്ട് നമുക്ക് ഏതൊക്കെ കമ്പനി നമുക്ക് യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ LA Girl എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. LA Girl അതിൽ തന്നെ നമുക്ക് 3 കളർ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഓറഞ്ച്, അതുപോലെ തന്നെ പീച്ച് കളർ, പിന്നെ ഗ്രീൻ കളർ, അങ്ങനെ 3 കളർ നമുക്ക് കിട്ടും. അതിപ്പോൾ LA Girl നല്ല ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി റേറ്റ് കൂടുതലാണ് മാക്കിൻ്റെത്. മാക്കിൻ്റെ കൺസീലർ എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിനനുസരിച്ചുള്ള കൺസീലറും അതുപോലെ തന്നെ കളർ കറക്റ്ററും ഒക്കെ നമുക്ക് ആ ഒരു പാലറ്റിൽ തന്നെ എല്ലാം ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അണ്ടർടോണിനനുസരിച്ചാണ് നമ്മൾ എപ്പോഴും കളർ കറക്റ്റർ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് പ്രാക്ടിക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈസി ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓറഞ്ച് കറക്റ്ററാണ് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഗ്രീൻ കളർ യൂസ് ചെയ്യുന്നത് പിമ്പിൾസ് അതായത് നന്നായിട്ട് പിമ്പിൾസ് പൊന്തി റെഡ് കളറിലിരിക്കുന്ന ആ പിമ്പിൾസിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ കളർ കറക്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫെയർ സ്കിന്നിന് നമ്മൾ ഗ്രീൻ കളർ യൂസ് ചെയ്യാറുണ്ട്. ഓരോരുത്തരുടെ സ്കിന്ന് നമ്മൾ നോക്കി അതനുസരിച്ച് വേണം നമ്മൾ കറക്റ്റർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അതുമാത്രമല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കളർ കറക്റ്റിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പിൻ്റെ ക്ലാസ്സുകൾ എല്ലാ ആഴ്ചയും ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മറക്കാതെ കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, സീ യു.